കോട്ടയം മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികളെ തെരുവുനായ ആക്രമിച്ചു. 6 വിദ്യാർത്ഥികൾക്ക് കടിയേറ്റു. ആക്രമണത്തിന് പിന്നാലെ ചത്ത നിലയിൽ കണ്ടെത്തിയ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിച്ചു. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ടോബി, ഈ 6 വിദ്യാർത്ഥികളുടെ ആരോഗ്യനില എന്താണ്? നിലവിൽ അവർക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. എല്ലാവരും ഇതിനോടകം തന്നെ വാക്സിനേഷൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് അവിടെ ചെന്നപ്പോൾ കാണാൻ സാധിക്കുന്നത്. മെൻസ് ഹോസ്റ്റലിലും അതുപോലെ തന്നെ വുമൻസ് ഹോസ്റ്റലിലും സമാനമായ രീതിയിൽ തെരുവ് നായകൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കാഴ്ച നമുക്കവിടെ കാണാൻ സാധിച്ചു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം 9 മണിയോടുകൂടി വിദ്യാർത്ഥികൾ ജോലിക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ, ക്ലാസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഇത്തരത്തിൽ ഈ ഹോസ്റ്റലിന്റെ മുൻവശത്ത് വെച്ച് തന്നെ തെരുവ് നായ ഇവരെ ആക്രമിക്കുന്നത്. 5 MBBS വിദ്യാർത്ഥികൾക്കും ഒരു ബിഫാം വിദ്യാർത്ഥിക്കുമാണ് തെരുവുനായയുടെ കടിയേറ്റത്. ഇപ്പോൾ ആർപ്പക്കര പഞ്ചായത്ത് ഇവിടെ പ്രതിരോധ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന് നമുക്കിപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ തെരുവുനായകൾക്ക് കുത്തിവയ്പ് നടത്തുകയാണ്. അതിനുശേഷം പന്തികരണം അടക്കമുള്ള നടപടികളിലേക്ക് കടന്നേക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഒരു പ്രദേശത്ത് മെഡിക്കൽ കോളേജിന്റെ സമീപ പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ തെരുവുനായയുടെ ശല്യം അതിരൂക്ഷമാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. കൂട്ടിരിപ്പുകാർക്ക്, രോഗികളുടെ ആശുപത്രിയിലെത്തുന്ന രോഗികൾക്കൊപ്പമുള്ള കൂട്ടിരിപ്പുകാർക്ക് നേരെയും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായ സംഭവങ്ങൾ മുൻപും റിപ്പോർട്ട് ചെയ്തിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നേരെയും തെരുവുനായയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. പലപ്പോഴും ഹോസ്റ്റലുകളുടെ ഉള്ളിൽ പോലും തെരുവുനായ കയറി വരുന്നൊരു കാഴ്ച ഉണ്ട്, സാഹചര്യമുണ്ട് എന്നാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. നമുക്ക് അവിടെ നേരിട്ട് ചെന്നപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാനും സാധിച്ചു. എന്തായാലും തുടർ നടപടികൾ, ശക്തമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് അധികൃതർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. ശരി, ടോബി ജോൺസണാണ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.